ഗീതാഗോവിന്ദം സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രിയ ആ വീഡിയോ കാണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാഞ്ചന റെക്കോർഡ് ചെയ്യുമല്ലോ, ആ വീഡിയോയിൽ നമ്മൾ ഗീതവും ഗോവിന്ദും എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഈ ചായ കൊടുക്കുന്ന സമയത്തുള്ള ആക്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും ആ പ്രിയമോൾ വിശ്വസിക്കും. അങ്ങനെ നമുക്ക് പ്രിയമോളെ നമ്മുടെ ഇതാക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പ്രിയ കാണുമ്പോൾ പ്രിയ വല്ലാതെ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭയങ്കര കരച്ചിലിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഏട്ടാ പറഞ്ഞ് വിളിക്കും. അപ്പോൾ നമ്മുടെ ഗീതുവിനെ വാ പോവാൻ നമുക്ക് പറയുമ്പോഴത്തേനും നമ്മുടെ ഗീതു പറയും ഏട്ടനെയല്ലേ വിളിച്ച് പറയുമ്പോഴത്തേനും നമ്മുടെ ചേച്ചി എന്നുള്ള വിളിയും കൂടി കേൾക്കും കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടി വല്ല എന്തോ കുറ്റം ചെയ്ത പോലെ ഇങ്ങനെ താഴോട്ട് വരികയാണ് കേട്ടോ പ്രിയയുടെ മുമ്പിൽ. എന്നിട്ട് പ്രിയ ഇങ്ങനെ ഇതെന്താന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അവരാകെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പ്രിയമ്മോട് കുറേ സങ്കടമൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ആക്ട് ചെയ്യണത്, നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു സ്നേഹത്തോടെ ഒന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തോടെ അവിടുന്ന് സെൻറ്റി അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടാളും നമ്മുടെ കാഞ്ചനേനെയും രാധികമ്മേനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ ചെയ്ത പണിയാണെന്ന് ഇവർക്ക് അറിയാമല്ലോ. അപ്പോൾ കാഞ്ചനേനെയൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. കാഞ്ചനയാണ് വീഡിയോ എടുത്തതെന്നുള്ളത് ഇവർക്ക് മനസ്സിലായ രീതിക്കാണ് ആ നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അങ്ങനെ അവിടുന്ന് രാധികമ്മയും കാഞ്ചനയും പോവുകയാണ്. ശേഷം ഗീതവും ഗോവിന്ദും തമ്മിൽ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ തർക്കം വരികയാണ് കേട്ടോ. എന്നിട്ട് ഗീതുവിന് ദേഷ്യം വന്നിട്ട് ഗീത അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദ് അവിടെ ഒരു കമ്മൽ വീണ് കിടക്കുന്നുണ്ട് കാണും. എന്നിട്ട് ആ കമ്മൽ എടുത്തിട്ട് പറയും ഇത് അവൾക്ക് കൊടുത്തിട്ട് ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ല റൊമാൻറ്റിക് മൂഡൊന്ന് തിരിച്ചെടുക്കാമെന്നും പറഞ്ഞിട്ട് ആ കമ്മൽ എടുത്തിട്ട് നേരെ ഗീതുവിൻ്റെ അടുത്ത് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കമ്മൽ പോയോ, നിൻ്റെ കമ്മൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ വീണ്ടും വേറുള്ള രീതിക്ക് ഇങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ വീണ്ടും പ്രിയ എന്ന് വിചാരിക്കും ഇവർ തമ്മിൽ വീണ്ടും സ്നേഹത്തിലല്ല ഭയങ്കര ദേഷ്യത്തിലാണ് എന്നുള്ള രീതിക്ക് റൂമിൽ കയറി വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഒന്നാവില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തിലിങ്ങനെ ഓരോന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് പ്രിയമോൾ പറയും ചെയ്യും ആ കമ്മല എൻ്റെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രിയമോൾക്ക്. പണ്ടത്തെ ഓർമ്മയിൽ പണ്ട് പ്രിയമോൾക്ക് എപ്പോഴും കമ്മലിട്ട് കൊടുക്കുന്നത് ഞാനല്ലേ പുതിയ കമ്മലിട്ട് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഓർത്തിട്ട് കമ്മലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ മറുക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കമ്മലിട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് പറയുന്നുണ്ട് ഈ മറുക് എൻ്റെ ഭാഗ്യമാണെന്നല്ലേ രാധികമ്മ പറയുന്നത്, അത് അല്ലെങ്കിലും ശരിയാണ്, അതിനുശേഷമാണ് ഞാൻ കൂലിപ്പണിയിൽ നിന്ന് ഇത്രയും വലിയ ഉയർച്ചയിലെത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാധികമ്മ കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് രാധികമ്മ പറയുകയാണ് മോനല്ലെങ്കിലും ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ. ചിലരുടെയൊക്കെ വിചാരം നമ്മളെന്തോ കള്ള കടത്തൊക്കെ കിടത്തിയിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഗീതുവിനൊന്ന് ആക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീതു അതിനുള്ള തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട്. അല്ല എനിക്ക് എല്ലാ കഥയും അറിയാം, ഞാൻ അണ്ണേട്ടന് 5 മണിക്ക് അലാറം വിളിച്ചുണർത്തി എല്ലാ കഥയും പറഞ്ഞു കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്കൊരു രീതിക്ക് ഗീതു അവിടുന്ന് പറഞ്ഞിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മാറങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മനെ മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗീത കുളിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗീതവും അതുപോലെ തന്നെ രാധികാമ്മയും തമ്മിൽ സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ഓരോ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അങ്ങനെ സംസാരത്തിലെത്തി അതൊരു തർക്കത്തിലാവും. എന്നിട്ട് നമ്മുടെ ഗീതു പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ എല്ലാം കൊണ്ടും സ്വന്തമാക്കിയിരിക്കും, ഇതെൻ്റെ വാശിയാന്ന് പറയും കേട്ടോ. അപ്പോൾ രാധികമ്മ എന്നാൽ പിന്നെ നമുക്കത് നോക്കാമെന്നും പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ഗീതു റെഡി ആയിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ അജാസും അവർണികയും വരുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ രാധികാമ്മയും വരുന്നുണ്ടാവും കേട്ടോ. ഇവർ സംസാരിക്കാനായിട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതിലേക്ക് രാധികാമ്മയും അതുപോലെ തന്നെ വരുണും പ്രിയയും ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് കേട്ടോ. രാധികാമ്മ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരിങ്ങനെ പറയുകയാണ്, അജാസും അവർണികയും പറയുകയാണ് ഇങ്ങനെ ഒരു വില്യാദ്രി ദ്വീപിനെ പറ്റിയിട്ടും അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് എന്തായാലും അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാതെ ടെൻഷനാണ്, ഇതും കൂടി ഏറ്റെടുക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട് നമുക്കിത് എങ്ങനെയെങ്കിലും ഏറ്റെടുക്കണം, നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ കണ്ണേട്ടൻ വേണ്ടാന്ന് പറഞ്ഞതന്നല്ലേ, പിന്നെ എന്തിനാണ് അവരോട് വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും നീ ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ആ സമയം പറയാണ് ഇല്ല താല്പര്യമില്ല എന്ന് ഒറ്റയടിക്ക് പറയാണ് കേട്ടോ. ഗോവിന്ദ് അങ്ങനെ താല്പര്യമില്ലയെന്ന് പറയണത് കാണുമ്പോൾ രാധികാമ്മയ്ക്ക് ദേഷ്യം വരുന്നുട്ടോ. ഇതൊരു ചിരിയോടുകൂടി രാധികാമ്മനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്നുള്ളൊരു നല്ല സന്തോഷത്തിൽ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഗീതു അവിടുന്ന് അവർണികേനെയും കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവളുടെ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ഗസ്റ്റ് ഹൗസിൽ എത്തുക എന്നും പറഞ്ഞിട്ട് വേഗം തിരക്ക് പിടിച്ചിട്ട് എല്ലായിടത്തും യാത്ര പറഞ്ഞിട്ട് ഗോവിന്ദ് ഇവിടുന്ന് തിരക്ക് പിടിച്ച് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ
വരുൺ രാധികാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ പ്രോജക്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണം, ഇത് വേണ്ടാന്ന് പറയരുത്, നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. രാധികാമ്മ ഇങ്ങനെ നല്ല ഗാംഭീര്യത്തോടു കൂടി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്ന സീനാണ് കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഗോവിന്ദ് കാറിൽ വന്ന് ഇറങ്ങുകയാണ് ഗസ്റ്റ് ഹൗസിൽ കേട്ടോ. അപ്പോൾ അവിടെ ഗീതു ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഗീതുവിൻ്റെ ആ ഇരിപ്പ് മറ്റൊന്നും അല്ല, അവിടുത്തെ ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടാവില്ല കീ കൊണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇരിപ്പാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദിൻ്റെ അടുത്ത് അതൊന്നും പറയാത്ത രീതിക്ക് ഗോവിന്ദിനെ തുറക്കാനായിട്ട് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് തുറക്കുമ്പോഴും തുറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് ലോക്ക് തന്നെ രാധികാമ്മ ഇവർ തമ്മിൽ ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി എന്നുള്ള കാര്യം അവർ അറിയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് സങ്കടത്തിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ രണ്ടാനമ്മ ഇത്ര ക്രൂരയാണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതിപ്പോഴാണോ മനസ്സിലായേ, ഞാനിതല്ലേ എപ്പോഴും പറയുന്നതെന്ന് പറയും കേട്ടോ. അങ്ങനെ നിരാശയോടെ നിൽക്കുന്ന ഗീതുവിനെയും ഗോവിന്ദിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ തീരുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.